ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം തന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ വന്ന് 5 കൊല്ലത്തിന്റെ ഒരു വികസന രേഖ ബ്ലൂ പ്രിന്റ് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കും. മൂന്നാമത്തെ ഉറപ്പ്, എല്ലാ കൊല്ലം ആ ബ്ലൂ പ്രിന്റ്, ആ വികസന രേഖന്റെ എല്ലാ കൊല്ലം ഒരു റിപ്പോർട്ട് കാർഡ് ജനങ്ങൾ മുമ്പിൽ വെക്കും. അത് വാർഡ് തലത്തിലും നഗരതലത്തിലും. നാലാമത്തെ ഉറപ്പ്, എല്ലാ കണക്കും ഓരോരോ നയാ പൈസ ബഡ്ജറ്റിന്റെ, കോർപ്പറേഷൻ ബഡ്ജറ്റിന്റെ ഓരോരോ നയാ പൈസ രൂപന്റെ കണക്ക് എല്ലാ കൊല്ലം ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെക്കും. എവിടെ ചെലവാക്കി? 2000 കോടി കോർപ്പറേഷന്റെ ബഡ്ജറ്റാണ്. കഴിഞ്ഞ 10 കൊല്ലം 20,000 കോടി ചെലവ് ചെയ്ത കോർപ്പറേഷനിൽ ഇരിക്കുന്ന LDF-കാരാണ്. അതിന്റെ ഒരു കണക്കും അല്ലെങ്കിൽ ഒരു സൈൻ എവിടെയും കണ്ടിട്ടുണ്ടോ? 20,000 കോടി. ചിലർക്കെല്ലാം ആ കാശ് കിട്ടിയാൽ നമ്മുടെ നഗരത്തിന് സിംഗപ്പൂർ ആക്കാൻ കഴിയുന്നത്. പക്ഷെ ഇന്നും ആ റോഡ് 40% റോഡ് കുഴിയും കൊണ്ടുള്ള റോഡ്, 40% സ്ട്രീറ്റ് ലൈറ്റ് നടക്കുന്നില്ല. മാലിന്യം അതിന്റെ പരിഹാരം വിടൂ, അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഈ LDF മേയറിനും അവര് കോർപ്പറേഷൻ ഭരിക്കുന്ന LDF-ന് കഴിയുന്നില്ല. ഇന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് 2 ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല. ഇത് നിർണായകമായ ഇലക്ഷനാണ്. അത് 100% കറക്റ്റാണ്. അതിന്റെ ഒരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എത്രയോ കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കുന്നില്ല. മാറി മാറി കോൺഗ്രസും CPM ഭരിക്കുന്നു, എത്രയോ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. കഴിഞ്ഞ 20 കൊല്ലം നമ്മൾ നോക്കിയാൽ അതിന്റെ ആദ്യത്തെ 10 കൊല്ലം ഇന്ത്യ പിന്നോട്ട് പോയി, UP ഭരിക്കുന്ന സമയം. എന്നിട്ട് നരേന്ദ്രമോദി, ജനങ്ങൾ തീരുമാനിച്ചു അത് മതിയായി. എന്നിട്ട് നരേന്ദ്രമോദിജിനെ കൊണ്ടുവന്നു. ഇന്ത്യ ഒരു കുതിച്ച മാറ്റം നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 11 കൊല്ലം മുമ്പോട്ട് പോകും. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ 20 കൊല്ലമായിട്ട് LDF ഭരിക്കുന്നു. LDF-ന്റെ പിന്തുണ കോൺഗ്രസ് കൊടുക്കുന്നു. അത് ഒഫീഷ്യലി അല്ലെങ്കിൽ അൺഒഫീഷ്യലി അത് ഒരു സത്യമാണ്. കോൺഗ്രസ് ആണ് LDF-ന്റെ പിന്തുണ കൊടുക്കുന്നത്. UPA-ന്റെ 10 കൊല്ലം ഭീകരമായ അഴിമതിന്റെ സമയം, ചരിത്രത്തിൽ കാണാത്ത അഴിമതി, ഇന്ത്യയിൽ ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററിയിൽ കാണാത്ത ഒരു അഴിമതി നടക്കുന്ന സമയം UPA-ന്റെ സർക്കാരിന് പിന്തുണ കൊടുത്ത ആരായിരുന്നു? LDF. അപ്പോ ഇതൊന്നും ആരും മറക്കില്ല. ഇത് ഇനി ജനങ്ങൾ തീരുമാനിച്ചു, ഇത് മതിയായി, മാറ്റം വേണം. ഇന്ത്യന്റെ മറ്റ് നഗരത്തിൽ വികസനം നടക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ വികസനം നടക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് ജനങ്ങൾ കാണുന്നത്, പൊതുസമൂഹം അങ്ങനെ കാണുന്നത്. ഭരണം, വികസനം വേണമെങ്കിൽ നല്ല ഭരണം ഉണ്ടാവണം. അതൊരു ഒരു ക്ലീശയല്ല, ഒരു ട്രൂത്താണ്, ഒരു സത്യമാണ്. നല്ല ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊണ്ടുവരണമെങ്കിൽ 101 നല്ല കൗൺസിലേഴ്സ് കോർപ്പറേഷന്റെ ഉള്ളിൽ ഉണ്ടാവണം. BJP-ന്റെ ഓരോരോ കൗൺസിലർ, ലതാജി അടക്കം എല്ലാവരും ഓരോരോ കൗൺസിലർ നിങ്ങൾ നോക്കിയാൽ അവർ ശരിക്കും പ്രവർത്തിക്കാൻ ഇറങ്ങിയ കൗൺസിലർമാരാണ്, സ്ഥാനാർത്ഥികളാണ്. BJP-ന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊളിറ്റിക്സ് ഓഫ് പവറോ, പിടിച്ചു നിൽക്കാനോ, അഴിമതി ചെയ്യാനോ, കോൺഗ്രസ് പോലെ ലെഫ്റ്റിന് പോലെ അങ്ങനെയല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനസേവ, ജനങ്ങളെ സേവിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥി ഇതിനു വേണ്ടി കമ്മിറ്റഡ് ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മാറ്റം, ഒരു നല്ല മാറ്റം നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ നഗരത്തിനെ നന്നാക്കണം. ഇവിടെ എത്രയോ സാധ്യതയുണ്ട്. അനന്തപുരിന്റെ അനന്ത സാധ്യതകൾ യാഥാർത്ഥ്യമാക്കാൻ BJP കോർപ്പറേഷനിൽ ഭരിക്കണം എന്നാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥന. പ്രതിപക്ഷ പാർട്ടിയായിരുന്നു BJP 10 കൊല്ലം. ഞങ്ങളുടെ ഉത്തരവാദിത്വം, BJP-യുടെ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്ത ഒരു പാർട്ടിയാണ്. എല്ലാ അഴിമതിയും, കുറ്റകരമായ അനാസ്ഥയും കഴിവില്ലായ്മയും ഞങ്ങൾ എക്സ്പോസ് ചെയ്തു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ജനങ്ങളുടെ പേരിൽ സമരം ചെയ്തു. ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു. ഇനി സമയമാണ് ഒരു മാറ്റത്തിന്റെ സമയം, ഒരു പുതിയ വികസനത്തിന്റെ സമയം, നഗരത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സമയം. അതിനുവേണ്ടി ലതജിനെ ഇവിടെ മത്സരിച്ച് ജയിപ്പിക്കുകയാണ് എന്റെ ഏറ്റവും ഇന്ന് ഈ കൺവെൻഷനിൽ എന്റെ ഒരു അഭ്യർത്ഥന. ലത ജയിച്ചാൽ മറ്റേ BJP കൗൺസിലേഴ്സ് പോലെ നന്നായി അധ്വാനിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു റെസ്പോൺസീവ് കൗൺസിലർ ആവും
എന്ന് ഞാൻ ലതാജിന്റെ പേരിൽ ഞാൻ ഉറപ്പു തരുന്നു. വരാൻ പോകുന്ന മാറ്റം ഒരു പാർട്ടി പോയി മറ്റൊരു പാർട്ടി വന്നു അങ്ങനത്തെ മാറ്റം ആവില്ല. വരാൻ പോകുന്ന മാറ്റം ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റമായിരിക്കും, പൊളിറ്റിക്കൽ കൾച്ചറിലൊരു മാറ്റം. വരാൻ പോകുന്ന മാറ്റം ഭരണം സംസ്കാരത്തിന്റെ മാറ്റം, ഗവർണൻസ് കൾച്ചറിലൊരു മാറ്റം. ഞങ്ങൾ 1-ാം തീയതി 2-ാം തീയതി എല്ലാ ജനങ്ങളുടെയും ഒരു അഭിപ്രായത്തിൽ ഒരു വികസന രേഖ മുമ്പോട്ട് വെക്കും, നഗരത്തിന്റെ ഒരു വികസന രേഖ. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 4 കാര്യങ്ങൾ, ഇവിടുത്തെ വോട്ടർമാരും നിവാസികളും മനസ്സിലാക്കുന്ന 4 കാര്യങ്ങൾ ഞങ്ങൾ ഉറപ്പായിട്ട്, ഞങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു. ആദ്യമായി ഞങ്ങൾ BJP NDA മുമ്പോട്ട് വെക്കുന്ന ഒരു ഗ്യാരണ്ടി, അഴിമതി രഹിത ഭരണം. 100% ഉറപ്പ് ഞാൻ തരുന്നു, BJP NDA തരുന്നു. അഴിമതി രഹിത ഭരണം ഞങ്ങൾ തരും. അതിനുവേണ്ടി AI ടെക്നോളജി, ഡിജിറ്റൽ ടെക്നോളജി എല്ലാം ഉപയോഗിക്കും. ഇവിടെ അഴിമതി ഉണ്ടാവില്ല എന്ന് ഞങ്ങളുടെ ഉറപ്പ്. രണ്ടാമത്തത്, ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം തന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ വന്ന് 5 കൊല്ലത്തിന്റെ ഒരു വികസന രേഖ ബ്ലൂ പ്രിന്റ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. മൂന്നാമത്തെ ഉറപ്പ്, എല്ലാ കൊല്ലം ആ ബ്ലൂ പ്രിന്റ്, ആ വികസന രേഖന്റെ എല്ലാ കൊല്ലം ഒരു റിപ്പോർട്ട് കാർഡ് ജനങ്ങളുടെ മുമ്പിൽ വെക്കും. അത് വാർഡ് തലത്തിലും നഗരതലത്തിലും. നാലാമത്തെ ഉറപ്പ്, എല്ലാ കണക്കും ഓരോരോ നയാ പൈസ ബഡ്ജറ്റിന്റെ, കോർപ്പറേഷൻ ബഡ്ജറ്റിന്റെ ഓരോരോ നയാ പൈസ രൂപയുടെ കണക്ക് എല്ലാ കൊല്ലം ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെക്കും. എവിടെ ചെലവാക്കി? 2000 കോടി കോർപ്പറേഷന്റെ ബഡ്ജറ്റാണ്. കഴിഞ്ഞ 10 കൊല്ലം 20,000 കോടി ചെലവ് ചെയ്ത കോർപ്പറേഷനിൽ ഇരിക്കുന്ന LDF-കാരാണ്. അതിന്റെ ഒരു കണക്കും അല്ലെങ്കിൽ ഒരു സൈൻ എവിടെയും കണ്ടിട്ടുണ്ടോ? 20,000 കോടി. ചിലർക്കെല്ലാം ആ കാശ് കിട്ടിയാൽ നമ്മുടെ നഗരത്തിന്റെ സിംഗപ്പൂർ ആക്കാൻ കഴിയുന്നത്. പക്ഷെ ഇന്നും ആ റോഡ് 40% റോഡ് കുഴിയും കൊണ്ടുള്ള റോഡ്, 40% സ്ട്രീറ്റ് ലൈറ്റ് നടക്കുന്നില്ല. മാലിന്യം അതിന്റെ പരിഹാരം വിടും, അതിനെ കുറിച്ച് ചിന്തിക്കാനും ഈ LDF മേയറിനും അവര് കോർപ്പറേഷൻ ഭരിക്കുന്ന LDF-ന് കഴിയുന്നില്ല. ഇന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് 2 ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല. ഞാൻ ജൽജീവൻ മിഷന്റെ മിനിസ്റ്റർ ആയിരുന്നു. ഞങ്ങൾ ഈ സർക്കാരിന് അഡ്വാൻസ് കൊടുത്തതായിരുന്നു കാശ്, 2 കൊല്ലത്തിന്റെ കാശ് അഡ്വാൻസിൽ കൊടുത്തു. എന്നിട്ടും തിരുവനന്തപുരം നമ്മുടെ നാടിന്റെ തലസ്ഥാനത്തിൽ 2 ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല. ഇതെല്ലാം 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു നടക്കുന്ന LDF ആണ് ഇന്ന് ഭരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിക്കൂ, മാറ്റേണ്ട സമയമായില്ലേ? ഇവരെ പുറത്താക്കേണ്ട സമയമായില്ലേ? അവര് പോയി കാൾ മാർക്സ് പഠിക്കട്ടെ, ഏതെങ്കിലും ഒരു പുസ്തകം പഠിക്കട്ടെ, പുസ്തകം എഴുതട്ടെ. പക്ഷെ വികസനവും ഭരണവും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ BJP ഇറങ്ങണം. എന്നാലേ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം ലാസ്റ്റിൽ പറയുന്നു, പിന്നെ ഞാൻ അവസാനിക്കുന്നു. 6 മാസം മുമ്പ് BJP ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി, വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക്. 30 ജില്ലയിലും വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക്. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ BJP-യിൽ വന്നാൽ ഞങ്ങൾ അതിനൊരു അറ്റംപ്റ്റ് ചെയ്യും. 6 മാസം കഴിഞ്ഞാൽ ഇന്ന് 38,000 സാധാരണ മലയാളികളുടെ പ്രശ്നങ്ങൾ BJP ഹെൽപ്പ് ഡെസ്ക് വഴി പരിഹരിച്ചു. സർക്കാരിലല്ല, ഞങ്ങൾ സർക്കാരിലല്ല. എന്നിട്ടും ഞങ്ങൾ അധ്വാനിച്ച് പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ ഒരു നല്ല ശ്രമം നടത്തി. 38,000 ആൾക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു. ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. അപ്പോ അവസാനം ലതാജി നമ്മുടെ എല്ലാവരെയും സ്ഥാനാർത്ഥിയാണ്, BJP NDA സ്ഥാനാർത്ഥിയാണ്, വോട്ടുകാരന്റെ വരാൻ പോകുന്ന കൗൺസിലറാണ്. ആക്കണം. എന്റെ ഒരു അഭ്യർത്ഥന, നല്ല ഭൂരിപക്ഷം, നല്ല മെജോറിറ്റി കൊണ്ട് ലതാജിനെ ജയിപ്പിച്ച് കോർപ്പറേഷനിൽ അയക്കണം. അവിടെ ലതാജി ഒരു മാറ്റത്തിന്റെ ഒരു അംബാസഡറായിട്ട് പ്രവർത്തിക്കും എന്ന് ലതാജിന്റെ ബിഹാഫിൽ ഞാൻ ഉറപ്പു തരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.